ദിലീപ് കുമാർ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിക്രം മിശ്രയും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ അതിർത്തിയിലെ നീക്കവുമായി ബന്ധപ്പെട്ട് വ്യോമിക സിംഗ് പറഞ്ഞു പൂർത്തിയാക്കുന്നതിൽ ഒരു 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 മുന്നറിയിപ്പിന്റെയോ ഒരു താക്കീതിന്റെയോ ഭാഷ ഉണ്ടായിരുന്നു. ദിലീപ് കുമാർ. ഹാഷ്മി, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം ഈ സംഘർഷം വളരെ രൂക്ഷമായതിനു ശേഷം ഇതാദ്യമായി പാകിസ്ഥാൻ ഇന്ത്യൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് എന്നെ വിളിച്ചിരിക്കുന്നു എന്നതാണ്. ഫോണിൽ വിളിച്ചു, വെടിനിർത്തലിലേക്ക് പോകണമെന്ന തരത്തിലുള്ള യാചന നടത്തിയതായാണ് വിവരം. പക്ഷേ ഇക്കാര്യത്തിൽ ഇനി ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഈ നിലയിലുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചതായി അറിയുന്നു. പക്ഷേ വാർത്തയ്ക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയോ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയോ ഒക്കെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ന്യൂസ് 18 ഇംഗ്ലീഷ് ആ ചാനലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വിശദാംശങ്ങൾ, മറ്റു വിവരങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ വളരെ ശക്തമായ ഭാഷയിലുള്ള ഒരു മുന്നറിയിപ്പാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. അതിനിടെ പാക് പ്രകോപനം അതിർത്തിയിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് അതിർത്തിയിൽ അവർ അതിർത്തിക്ക് കാവൽ നിൽക്കുന്ന രാജ്യാന്തര അതിർത്തിക്കും നിയന്ത്രണ രേഖയ്ക്കുമൊക്കെ കാവൽ നിൽക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ റേഞ്ചേഴ്സാണ്, അവരുടെ അതിർത്തി രക്ഷാ സേനയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ അതിർത്തി കാവൽ എന്ന് പറയുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളുടെ